ഈ ഒരു വീഡിയോ എത്ര ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു പൊന്നുമോനെ കിട്ടിയതിൽ ആ ഉമ്മ എത്ര ഭാഗ്യം ചെയ്തവരാണ്. ഉപ്പ മരിച്ചിട്ടും സുഖമില്ലാത്ത ഉമ്മയെ ചികിത്സിക്കാനായിട്ടാണ് അവൻ തെരുവിലേക്ക് ചായ കച്ചവടത്തിന് ഇറങ്ങുന്നത്. അവൻ പറയുന്ന ഓരോ വാക്കിലുമുണ്ട് അവന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും. ഇത് നമ്മൾ ആരും കാണാതെ പോകരുത്. അഞ്ചെണ്ണം വിറ്റുള്ളൂ. ഇപ്പൊ രാത്രി 9:20 അല്ലെ? എപ്പോ വന്നാ 2 മണിക്ക് വന്നിട്ട് 5 ചായ വിറ്റുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് ചായ വാങ്ങണില്ലേ? എന്താ ആരും ചായ വാങ്ങണില്ല? എന്താ വാങ്ങത്ത്? അറിയില്ല. എവിടേക്ക് ചായ പെരുന്തൽമണ്ണ എവിടേക്ക് പോയത്? ബൈപ്പാസ് ഫുള്ള് പോയി. എന്നിട്ട് ഇവിടുന്ന് ചായ വാങ്ങിയിട്ടില്ല. ഇനി എത്ര ചായ വാക്കിയിട്ട്? ആകെ 5 വിറ്റിട്ടുള്ളൂ. എത്ര 5 വിറ്റ? ഇനി 16 ബാക്കിയുണ്ട്. അതിങ്ങനെ കച്ചവടം. ഇപ്പൊ രാത്രി 9:20. ഇനി ആരും ചായ കുടിക്കോ? അപ്പൊ എന്ത് ചെയ്യും? കച്ചവടം ഇല്ലെങ്കിൽ പെരിയ പോണം. അപ്പൊ നഷ്ടാവൂലേ? പാലും പോയി പഞ്ചസാരം പോയി. അപ്പൊ നഷ്ടമായി ഇന്നത്തെ ചായ കച്ചവടം. അപ്പൊ എല്ലാ ദിവസവും പെരുന്തോണം ഉണ്ടാവോ? എല്ലാ ദിവസവും ഉണ്ടാവും. ഓക്കെ. അപ്പൊ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഉണ്ടാവില്ല. അപ്പൊ അന്ന് ഉണ്ടാവില്ല. ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പൊ ഈ ഒരു കുട്ടി സംരംഭകൻ ഇവിടെ പെരിന്തൽമണ്ണ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ചായ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ നടത്താൻ അല്ലേ? അപ്പൊ ഇവരുടെ എല്ലാവരും ചായ വാങ്ങിയിട്ട് ഇവനെ ചായ കടി ഉണ്ടാവും. ഇന്നിപ്പോ ചായ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവരും ഇവന്റെ അടുത്ത് ചായ വാങ്ങിയിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാം. പെരിന്തൽമണ്ണ എവിടേക്കാ ഉണ്ടാവല്? ബൈപ്പാസിലാണ് ഉണ്ടാവല് അല്ലേ? ഓക്കെ.